ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായിട്ട് വചനമായ ക്രിസ്തു ഈ ഭൂമിയിൽ പിറക്കുകയാണ്. വചനം തന്നെയായ ദൈവത്തെ പിതാവ് അയച്ചു. അതായത് ദൈവത്തെ മനുഷ്യൻ കാണുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവം. യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും. I am the way, I am the truth, I am the life. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാനാണ് വാതിൽ. I am the door. ഞാനാണ് വാതിൽ. ഞാനാണ് ജീവന്റെ അപ്പം. ഞാൻ ആൽഫയും ഒമേഗയുമാണ്. ഞാൻ ആദിയും അന്ത്യവുമാണ്. ഹല്ലേലൂയ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. അങ്ങനെ യേശു ഒത്തിരി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. യേശു ദൈവമാണ്. വചനമായ ദൈവം മറിയത്തിന്റെ ഉദരത്തിൽ പിറന്നു ഈ ഭൂമിയിലേക്ക് മനുഷ്യരായിട്ട് വന്നു. ഒരേ സമയം മനുഷ്യനും ദൈവമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പിതാവായ ദൈവത്തിന് ഒരു രൂപമുണ്ട്. നമുക്ക് മനസ്സിലായില്ലേ? മോശയോട് പറയുക, നീ എന്നെ കണ്ടാൽ മരിക്കും. ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പിൻഭാഗം കാണും. ഇനിയും പിതാവിന് രൂപമുണ്ടെന്നുള്ളൊരു തെളിവുണ്ട്. ആദ്യ മാതാപിതാക്കന്മാര് അവർക്ക് തെറ്റുകൾ സംഭവിച്ചു. അതോ ഹവയൊക്കെ തെറ്റ് ചെയ്തു. വചനത്തിൽ പറയുന്നു, സായാഹ്നമായപ്പോൾ പിതാവായ ദൈവം നടന്നു വരുന്ന പാദപതന ശബ്ദം അവർ കേട്ടു. ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുള്ളൂ എന്ന് കരവിട്ട് കാണിച്ച്. ഉണ്ടോ? ആ ശബ്ദം അവർ കേട്ടു. ഈ ആദം ഹവയുടെ ഒരു മരത്തിന്റെ പിന്നിൽ ഓളിയൊടിച്ചു. ദൈവം ചോദിക്കുന്നു, ആദം നീ എവിടെ? ആദം where are you? നീ എവിടെയാണ്? ആദം നീ എവിടെയാണ്? പാപം ചെയ്തതിന് മുമ്പ് വരെ ഓരോ സായാഹ്നത്തിലും അല്ലെ ഓരോ ദിവസവും പിതാവ് വന്ന് ആദത്തിന്റെ ഹവ്വയുടെയും കൂടെ ഈ അപ്പനും മക്കളും ഒക്കെ ഒന്നിച്ചിങ്ങനെ കയ്യെ പിടിച്ച് കോർത്ത് നടക്കുന്ന പോലെ വലിയ സന്തോഷത്തിന് ഒരു ഫെലോഷിപ്പിലായിരുന്നു, ഒരു കൂട്ടായ്മയിലായിരുന്നു. ദൈവവും ആദ്യ മാതാപിതാക്കളും തമ്മിൽ വലിയൊരു കൂട്ടായ്മയായിരുന്നു. അത്ര ബന്ധമായിരുന്നു ആദത്തിനും ഹവ്വായ്ക്കും പിതാവുമായിട്ടുണ്ടായിരുന്ന ബന്ധം. ആ പിതാവുമായിട്ടുള്ള ബന്ധം അവർ തകർത്തത് അവർ പാപം ചെയ്തപ്പോൾ ആ ഫെലോഷിപ്പ് തകർന്നു. ആ ബന്ധത്തെ തകർന്ന് ആ റിലേഷൻഷിപ്പ് മുറിഞ്ഞുപോയി. ദൈവബന്ധം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ടപ്പോൾ അവർ നടുങ്ങിപ്പോകുക. അവർ ഓടി ഓടി മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുകയാണ്. ഹല്ലേലൂയ. നടന്നു വരുന്ന ശബ്ദം, ആ ശബ്ദം ഒന്ന് കേൾക്കണമെങ്കിൽ പിതാവായ ദൈവത്തിന് ഒരു വ്യക്തിത്വമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. മോശയോട് പറഞ്ഞു, ഉറപ്പല്ലേ? നമ്മൾ ആദ്യം എവിടെ തുടങ്ങിയെന്നറിയോ? എവിടെ തുടങ്ങിയത്? ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞത്? മനുഷ്യ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. വിവിധ ധാന്യവിളകളല്ല നമ്മെ പോറ്റുന്നത്, ദൈവത്തിൻ്റെ വചനമാണ്. വ്യക്തമായോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് യേശു മനുഷ്യനായിട്ട് പിറക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവൻ മൂലമുണ്ടായി, അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഇനി ഈ വചനം നിങ്ങൾ എല്ലാവരും ഒച്ചത്തിൽ വായിക്കണം. വചനം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് അവൻ എന്ന് വായിക്കണം, യേശു എന്ന് വായിക്കുക. അവൻ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് യേശു എന്ന് വായിക്കണം. എന്ന് വായിച്ചേ. ആദിയിൽ യേശു ഉണ്ടായിരുന്നു. വായിച്ചേ. ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവത്തോടു കൂടിയായിരുന്നു, യേശു ദൈവമായിരുന്നു, യേശു ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും യേശുവിലൂടെ ഉണ്ടായി, ഒന്നും യേശുവിനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്ന് കൈയടിച്ചേ, നല്ല കൈയടി, ഒരു തീപ്പൊരി കൈയടി. ഹല്ലേലൂയ. ആ വചനം വ്യക്തമായി അവിടെ യേശു എന്ന് ചേർത്താൽ നമുക്ക് ശരിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. വചനം തന്നെയായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് പിറക്കുകയും ചെയ്തു. ഹല്ലേലൂയ. 14-ാമത്തെ വചനം യോഹന്നാൻ 1:14. വചനം മാംസമായി
നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി. വചനമായ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാംസം ധരിച്ചു ഒരു മനുഷ്യനായി മറിയത്തിലൂടെ ഈ ഭൂമിയിൽ പിറന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം അവന്റെ മഹത്വം സുവിശേഷങ്ങളിൽ ഉടനീളം നമ്മൾ കാണുകയാണ്. അവന്റെ ഗ്ലോറി, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശു ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. യേശു തന്റെ കുരിശുമരണത്തിനു ശേഷം സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ വസിക്കുന്നു. വചനം യേശു തന്നെയാണ്. വചനം യേശു തന്നെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 55-ാമത്തെ അധ്യായം 8-9 തിരുവചനങ്ങൾ വായിച്ച്. കർത്താവ് ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളെ പോലെ അല്ല, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെ അല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും എന്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമാണ്. ദൈവത്തിന്റെ ചിന്തകള്, ദൈവത്തിന്റെ വഴികള് ഉന്നതമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല. ദൈവത്തിന്റെ ഉന്നതമായ ചിന്തകളും വഴികളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമാണ്. യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. തിരുത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. യെശയ്യാ 55-10-11. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. മഴയും മഞ്ഞും ആകാശത്ത് വരുന്നു, തിരിച്ച് മഴയും മഞ്ഞും അങ്ങനെ തിരിച്ചു പോകുന്നില്ല. അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരം ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ. ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്, അതായത് വചനം, അങ്ങനെ തന്നെ. പല വാക്കുകൾ ചേരുമ്പോൾ ഒരു വചനമായിട്ട് മാറുന്നു. ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ വചനം ഫലരഹിതമായിട്ട് തിരിച്ചു വരില്ല. എന്റെ വചനം ഫലം പുറപ്പെടുവിക്കും. എന്റെ വചനം അത്ഭുതങ്ങൾ ചെയ്യും. എന്റെ ഉദ്ദേശം അത് വചനം നിറവേറ്റും. എൻ്റെ ഉദ്ദേശം വചനം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായിട്ട് ചെയ്യും. എൻ്റെ വചനം ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായിട്ട് ചെയ്യും. ഇതാണ് വചനത്തിന്റെ ശക്തി. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന, നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം ക്രിയാത്മകമാണ്. അത് അത്ഭുതം ചെയ്യും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഉണ്ടാകും, സൃഷ്ടിക്കപ്പെടും. പക്ഷെ മനുഷ്യന്റെ വാക്കുകൾക്ക് അങ്ങനെ ഒരു ശക്തി ഇല്ല. ഉദാഹരണമായിട്ട് ഈ കോർഡ്ലെസ് മൈക്ക്, നിങ്ങൾ ഒരാൾ പറയാ ഒരു കോർഡ്ലെസ് മൈക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? ഉണ്ടാവും എന്നുള്ളൊരു കറ വെച്ച് പിടിച്ച് ആരുമില്ല. ഞാൻ പറഞ്ഞാൽ ഉണ്ടാവത്തില്ല. ഒരു കോർഡ്ലെസ് മൈക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവത്തില്ല. ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. ഒരു നിവൃത്തിയില്ല. എന്നാൽ ദൈവം പറഞ്ഞാലോ 100 കണക്കിന് മൈക്കുകൾ ഉണ്ടാവും. ഉണ്ടാവോ? ഉണ്ടാവുന്നിടത്ത് കൈ വീശി കാണിച്ച്. അതാണ് വ്യത്യാസം. ഇനി ദൈവം ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവം മനസ്സിൽ കണ്ടു ഭൂമി ഉണ്ടാവട്ടെ, തൽക്ഷണം ഭൂമി ഉണ്ടായി. സൂര്യൻ ഉണ്ടാവട്ടെ, സൂര്യൻ ഉണ്ടായി. ഗാലക്സി, നക്ഷത്രങ്ങൾ, ആകാശം ഉണ്ടാവട്ടെ, ദൈവം മനസ്സിൽ നിന്ന് കണ്ടോ, അപ്പോൾ അവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഇല്ലായ്മയിൽ നിന്ന് ദൈവത്തിന്റെ വചനം സൃഷ്ടി നടത്തും. പക്ഷെ മനുഷ്യന് അതൊരിക്കലും പറ്റില്ല. മനുഷ്യന് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇല്ല.
നമ്മൾ മനസ്സിൽ ഒന്ന് കണ്ടിട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാവത്തില്ല. ഉണ്ടാവോ? ഉണ്ടാവോ? പറയുന്നേ, ഉണ്ടാവോ? ഒച്ചത്തിൽ പറ, ഉണ്ടാവോ? ഇല്ല. അങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയ നമ്മളൊക്കെ ദൈവങ്ങളായിട്ട് മാറും. അങ്ങനെ കഴിവ് നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്യും. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് നടക്കും. ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നു, പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് വരാം. 42-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം. ഞാനിപ്പോൾ കർത്താവിന്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കരമുയർത്തി പിടിച്ചെന്ന് പറഞ്ഞേ, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ഒരിക്കൽ കൂടി, കർത്താവിന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിന്റെ പ്രവൃത്തികളെല്ലാം വചനം വഴിയാണ് നിർവഹിക്കപ്പെടുന്നത്. പ്രഭാഷകന്റെ പുസ്തകത്തില് 43-ാമത്തെ അധ്യായത്തില് 26-ാമത്തെ വചനം. 43:26. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. സ്വന്തം ശക്തിയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം ലക്ഷ്യങ്ങൾ പ്രാപിക്കുകയാണ്. ദൈവത്തിന് അസാധാരണമായ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ ഊഹിക്കാനോ പോലും പറ്റില്ല. അത്ര വലുതാണ് ദൈവത്തിന്റെ ശക്തി. സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. ഒരു ഉദാഹരണം, ഈ ഭൂമി കറങ്ങുന്നുണ്ടോ? ശാസ്ത്രം എന്താ പറയുന്നത്? കറങ്ങുന്നുണ്ടോ? എന്റെ ദൈവമേ, മക്കളെ എന്ത് പറയുന്നു? ഭൂമി കറങ്ങുന്നുണ്ടോ? ചില ചേട്ടന്മാരൊക്കെ ഇന്ന് കറങ്ങുന്നുണ്ടല്ലേ? ചില ചേട്ടന്മാർ, ഞങ്ങളുടെ നാട്ടിൽ ചില ചേട്ടന്മാരൊക്കെ ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇങ്ങനെ കാലം നിൽക്കാൻ വയ്യാതെ കറങ്ങുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കറങ്ങിയിട്ടുണ്ട്. ഈ ഭൂമി കറങ്ങുന്നുണ്ടോ? എത്ര നല്ല മനുഷ്യർ, ഒന്നും മിണ്ടുന്നില്ല. ചേച്ചിമാരോട് ഒന്നും മിണ്ടുന്നില്ല. ഈ ചേച്ചിമാർ വീട്ടിലും ഇതുപോലെയാണ്. ഒത്തിരി നല്ലതാണ് കേട്ടോ. വീട്ടിൽ സമാധാനം, സന്തോഷം എല്ലാം ഉണ്ടാവും. ഒത്തിരി നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയ. ഇവിടെ നമ്മൾ കണ്ടു വചനം സ്വന്തം ശക്തിയാൽ അവിടുത്തെ ലക്ഷ്യം പ്രാപിക്കുന്നു. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗം. അപ്പോൾ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു. യഥാർത്ഥത്തിൽ ഭൂമി കറങ്ങുന്നുണ്ടോ? പറയുന്നേ, കറങ്ങുന്നുണ്ടോ? അച്ഛാ, ഭൂമി കറങ്ങുന്നുണ്ടോ? അച്ഛാ, ഉണ്ട്, കറങ്ങുന്നുണ്ട്. ഭൂമി കറങ്ങുന്നുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് ആ കറക്കം അറിയത്തില്ല. ശാസ്ത്രം പറയുന്നു ഭൂമി കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് രാവും പകലും, രാത്രിയും പകലും ഉണ്ടാകുന്നത്. ശരിയല്ലേ? ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ ഈ ഭൂമി കറങ്ങുന്നുണ്ട്. എന്താ അതിന്റെ അടിസ്ഥാനം? അതിന്റെ അടിസ്ഥാനമാണ് ഈ വചനം. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിന്റെ വചനത്താൽ ഈ ഭൂമി കറങ്ങുകയാണ് നിശ്ചിത മാർഗത്തിൽ. ഹല്ലേലൂയ. ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാവുന്നത്. ഇതുപോലെ കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്, ഗാലക്സികളുണ്ട്. അവയ്ക്ക് കറങ്ങുന്നു. പക്ഷെ സൂര്യൻ അവിടെ നിശ്ചലമായിട്ട് നിൽക്കുന്നുവെന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത്. ഹല്ലേലൂയ. ഈ ഭൂമി കറങ്ങുന്നതിന്റെ കാര്യം എന്താ? ദൈവത്തിന്റെ വചനം. ദൈവം പറഞ്ഞു അന്നു മുതൽ ഈ ഭൂമി മാറ്റപ്പെടുവോളം ദൈവത്തിന്റെ വചനത്താൽ ഇത് കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അവൻ എന്ന് പറയുന്നത് യേശുവാണ്. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ദൈവ വചനത്തിന് ദൈവത്തിന്റെ ശക്തിയുണ്ട്.
ദൈവ വചനത്തിന് ദൈവത്തിന്റെ ശക്തിയുണ്ട്. എന്റെ വചനം ആത്മാവും ജീവനുമാണ്. എന്റെ വചനം ആത്മാവും ജീവനുമാണ്. കരമിട്ട് പിടിച്ച് പറഞ്ഞേ, എന്റെ വചനം ആത്മാവും ജീവനുമാണ്. എന്റെ വചനം ആത്മാവും ജീവനുമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ, അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളില് 1 കൊരിന്തോസില് ഇപ്രകാരം ഒരു വചനം പറയുന്നു. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിന്റെ 24. യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അവൻ തന്റെ ശക്തിയുടെ വചനത്താൽ, വചനം തന്നെയായ ക്രിസ്തുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. വിളിക്കപ്പെട്ടവർക്ക്, യഹൂദരോ ഗ്രീക്കുകാരോ ആവട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനമാണ്. ക്രിസ്തു വചനമാണ്. വചനമായ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയാണ്. ക്രിസ്തു ദൈവമാണ്. ഹല്ലേലൂയ. കൈതാളമോടെ ഇന്നും കരഘോഷമോടെ